മഞ്ഞപ്പിത്തം വരാതിരിക്കാനായിട്ടുള്ളൊരു പ്രിവെൻറ്റീവ് മെത്തേഡ് നമ്മുടെ ആഹാരവും വെള്ളവും വൃത്തിയുള്ള സാഹചര്യത്തിലാണെന്ന് ഉറപ്പുവരുത്തുക. ഇതുമൂലം നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും വരാതെ ശ്രദ്ധിക്കാൻ സാധിക്കും. അതുപോലെ മദ്യപാനം ഒഴിവാക്കുക. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലിവറിൻ്റെ ഹെൽത്ത് വീക്കായാൽ, ലിവർ കണ്ടീഷൻ മോശമായാൽ അത് നമ്മുടെ എല്ലാ ഓർഗൻസിനെയും ബാധിക്കും. മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കും. നമ്മുടെ ഒരു സ്ട്രെസ് ലെവൽ, മാനസികാവസ്ഥയെ തന്നെയും ലിവർ ഹെൽത്ത് ബാധിക്കാറുണ്ട്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന പല തെറ്റുകളും ലിവറിനെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. അതിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ കണ്ടുവരുന്നൊരു പ്രധാന തെറ്റാണ് നൈറ്റ് വളരെ ലേറ്റായിട്ട് ഉറങ്ങുക, നൈറ്റ് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുക. ഇതൊക്കെ ലിവറിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. കൃത്യമായി രാത്രി 1 മണി മുതൽ 3 മണി വരെ ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടേണ്ടത് ലിവറിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് തന്നെ കഴിക്കണം. രാത്രി ഒരു 8 മണിക്ക് മുന്നേ ഡിന്നറിൻ്റെ ടൈം ഫിക്സ് ചെയ്യണം. അതിനുശേഷം അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം കുക്കുംബറോ പേരയ്ക്കോ എന്തെങ്കിലും ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഒരു ഹെവി ഫുഡ്, ഡൈജഷന് ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ രാത്രിയിൽ ഒഴിവാക്കുക. നല്ലപോലെ ഉറങ്ങുക, ആവശ്യത്തിന് വെള്ളം കൊടുക്കുക. പിന്നെ കൃത്യമായിട്ടുള്ള എക്സസൈസ്. നമ്മൾ ഡെയിലി എടുക്കുന്ന ഫുഡ്, നോർമലി നമ്മുടെ ഒരു കേരളീയ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതൽ. അരി അല്ലെങ്കിൽ ഗോതമ്പാണ് നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഈ അമിതമായിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഫാറ്റായിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 95% ആൾക്കാർക്കും ഫാറ്റി ലിവറും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. മൈൽഡ് ഫാറ്റി ലിവറെങ്കിലും ഇല്ലാത്ത ആൾക്കാർ ചുരുക്കമാണെന്ന് വേണം പറയാൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്നും നമുക്ക് വേണ്ടത്ര എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടുമാണ് ഉണ്ടാവുന്നത്. കാർബോഹൈഡ്രേറ്റ് ഒരുപാട് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വർക്ക് അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും കാർബോഹൈഡ്രേറ്റ് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ലിവറിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതിന് പ്രത്യേകിച്ച് നമുക്കൊരു ചിലവൊന്നുമില്ല. നമ്മുടെ ഒരു ജീവിതത്തിൽ ചിട്ട വരുത്തിയാൽ തന്നെ കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എണീക്കുക, കറക്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, നോൺ വെജ് മാത്രം ഇൻക്ലൂഡ് ചെയ്യാതെ ഒരുപാട് പച്ചക്കറികളും സാലഡ്സും ഫ്രൂട്ട്സും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെള്ളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഉള്ളവർക്ക് കൊറോണ പോലെ അങ്ങനെയുള്ള ഒരു അസുഖങ്ങളും ബാധിക്കാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും.